വ്യാജരേഖയുണ്ടാക്കി അവയവ കച്ചവടം നടത്തിയ കേസിൽ പണം വാങ്ങി വൃക്ക കൈമാറ്റം ചെയ്ത 30 ദാതാക്കളെ പോലീസ് തിരിച്ചറിഞ്ഞു. കേസിലെ മുഖ്യപ്രതി നജീബ് കല്ലത്രയെ ചോദ്യം ചെയ്തതോടെയാണ് അവയവ ദാതാക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. ഇവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. വിവരങ്ങൾ നൽകാൻ നിഷ ദിലീപ് തയ്യാറായി നിൽക്കുകയാണ്. നിഷ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിലുള്ള അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്. മുഖ്യപ്രതിയെ പിടികൂടിയതോടെ, നജീബിനെ പിടികൂടിയതോടെ കൃത്യമായ രീതിയിലുള്ള തെളിവുകൾ, വിവരങ്ങൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ദാതാക്കളെ, ഇരകളെ, ഇവരൊക്കെയും ചോദ്യം ചെയ്തുകൊണ്ട് കൃത്യമായ നടപടിക്രമങ്ങളിലേക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്താനുള്ള നീക്കമാണോ പുരോഗമിക്കുന്നത്? KP ഈ വ്യാജരേഖയുണ്ടാക്കി അവയവ കച്ചവടം നടക്കുന്ന ഒരു കേസിലെ മുഖ്യ പ്രതിയായ കാസർഗോഡ് സ്വദേശി നജീബ് കല്ലത്രയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പല നിർണായക വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസം ഇയാളുടെ ഡയറിയിൽ നിന്ന് 20-ലധികം പേരുടെ പേരുകൾ ലഭിച്ചിരുന്നു. ഇവർക്ക് ഈ അവയവ മാഫിയയുമായി ബന്ധമുണ്ട് എന്നുള്ള നിഗമനത്തിൽ പോലീസ് ഇവരെ ചോദ്യം ചെയ്യാൻ കടക്കുന്നതിനിടെയാണ് നജീബ് കല്ലത്രയെ ചോദ്യം ചെയ്തതിൽ നിന്നും 30 വൃക്ക ദാതാക്കളുടെ വിവരം പോലീസിന് ലഭിച്ചത്. ഇവരെല്ലാവരും തന്നെ പണം വാങ്ങി വൃക്ക ദാനം ചെയ്തവരാണ് എന്ന ഒരു കണ്ടെത്തലാണ് അന്വേഷണ സംഘത്തിനുള്ളത്. എന്തായാലും ഈ 30 പേരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. ഈ 30 വൃക്ക ദാതാക്കളെയും പോലീസ് ചോദ്യം ചെയ്യും. ഇവരിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുമെന്നാണ് അറിയുന്നത്. ഈ കേസ് പ്രധാനമായും അന്വേഷിക്കുന്നത് എറണാകുളം സിറ്റി DCP KS ഷെഹൻഷായുടെ നേതൃത്വത്തിലുള്ള 14 അംഗ പ്രത്യേക അന്വേഷണ സംഘം ഇവർ കേസ് അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ എറണാകുളം റൂറൽ SP KS സുദർശന്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു സംഘവും കേസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിൽ ഈ കേസിലെ മുഖ്യപ്രതിയായ കാസർഗോഡ് സ്വദേശി നജീബ് കല്ലത്രയെയും ഭാര്യ റഷീദയും ആദ്യം റൂറൽ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു. പിന്നീട് ഈ പ്രത്യേക അന്വേഷണ സംഘം ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിലാണ് ഇത്തരത്തിൽ ഈ 30 വൃക്കദാതാക്കളുടെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. മാത്രമല്ല, ഈ നജീബ് കല്ലത്രയുടെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിലൂടെ ലക്ഷങ്ങളുടെ ഇടപാടുകൾ നടന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് ലഭിച്ച തുകയാണ് എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. എന്തായാലും കൂടുതൽ ഇയാളുടെ സ്വത്ത് വിവരങ്ങളിലേക്കൊക്കെ അന്വേഷണം കടക്കുകയാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ ഈ അവയവ കച്ചവടം നടത്തിയതിന് പല ഏജന്റുമാരുണ്ട്. മുഖ്യ ഏജന്റുമാരിൽ ഒരാളായ രാജേഷ് എന്നയാളെയും ഇയാളുടെ സഹോദരൻ രമേശ് എന്നയാളെയും അന്വേഷിച്ച് കഴിഞ്ഞ ദിവസം പോലീസ് സംഘം ഇവരുടെ വീട്ടിലെത്തുമ്പോൾ പട്ടി അഴിച്ചുവിട്ട് ഇവർ രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും ഇവർക്കായുള്ള അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഈ എറണാകുളം ജില്ലയിലെ ഈ അവയവ കച്ചവടത്തിൻ്റെ മുഖ്യ ഏജന്റ് ഈ രമേശാണ് എന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. ഈ മുഖ്യ ഏജന്റുമാർക്ക് കീഴിൽ പല സബ് ഏജന്റുമാരുണ്ട്. എന്തായാലും വലിയ ഒരു ചെയിൻ തന്നെയാണ് ഈ ഒരു അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ളതെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും വരും ദിവസങ്ങളിലും അന്വേഷണം കൂടുതൽ ഊർജിതമാക്കി ഏജന്റുമാരെയൊക്കെ കണ്ടെത്താനുള്ള ഒരു അന്വേഷണത്തിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. സംശയം നിലനിൽക്കുന്ന എല്ലാവരെയും ചോദ്യം ചെയ്തുകൊണ്ട് നടപടികളിലേക്ക് മാതൃകാപരമായി ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളിലേക്കാണ് അന്വേഷണ സംഘം നീങ്ങുന്നത്. നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.